ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ കുറച്ച് പച്ചക്കറി വിളകൾ നട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ പച്ചക്കറിയൊന്നും നടാൻ ഉദ്ദേശിച്ചതല്ല. കൃഷിഭവനിൽ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് കുറേ വെണ്ടയുടെ വിത്തുകൾ തന്നു. പിന്നെ കുറച്ച് തൈകൾ, തക്കാളിയുടെ തൈ, പിന്നെ മുളകിൻ്റെ തൈ, വഴുതനയുടെ തൈ, അങ്ങനെ കുറേ തൈയൊക്കെ കിട്ടിയപ്പോൾ വിചാരിച്ചു എന്തായാലും അത് നടാം എന്ന് വിചാരിച്ചു. അങ്ങനെ വെണ്ടയുടെ വിത്ത് നട്ടു. നിങ്ങൾക്കറിയാമല്ലോ, വെണ്ട വിത്ത് നമ്മൾ നേരിട്ട് ചെറിയ കുഴിയെടുത്തിട്ട് വെണ്ട വിത്ത് നേരിട്ട് പാവുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് തക്കാളി, മുളക്, വഴുതന അതൊക്കെയാണെന്നുണ്ടെങ്കിൽ വിത്ത് മുളപ്പിച്ച് തൈയാക്കി തൈകളാണ് ഇളക്കി നടുക. തൈക്ക് ഒരു 25-30 ദിവസം പ്രായമുള്ള തൈകളാണ് ഇളക്കി നടുന്നത്. പിന്നെ വെണ്ട വിത്ത് നട്ടു. ഒരു 3-4 ദിവസം മുതൽ അത് മുളച്ച് തുടങ്ങി. നല്ല ജെർമിനേഷനായിരുന്നു. നന്നായിട്ട് മുളച്ച് വന്നു. നന്നായിട്ട് നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. നല്ല വിഗറസ് ആയിട്ടുള്ള തൈകൾ വളർന്നു വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇത് ഏതാണ്, ഈ വിത്ത് ഏതാണ് എന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ ആ വിത്ത് തന്ന ആ ഒരു കവർ എടുത്ത് നോക്കി. അപ്പോൾ ആ കവർ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ട്രൂത്ത്ഫുൾ ലേബൽ അല്ലെങ്കിൽ ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡ് എന്നുള്ളതാണ്. അത് ഓപ്പാൽ ഗ്രീൻ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഗ്രീൻ കളറാണ്. അത് ഈ പ്രകാരം ഉള്ള ട്രൂത്ത്ഫുൾ സീഡ് അല്ലെങ്കിൽ ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡ് അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ലേബൽ ചെയ്തിട്ടുള്ള വിത്തുകൾക്ക് ഉപയോഗിക്കാൻ ഉള്ള കളറ് ഇപ്രകാരമുള്ള ഒരു ഗ്രീൻ കളറാണ്, ഓപ്പൽ ഗ്രീൻ. അപ്പോൾ ഈ വിത്ത്, നമ്മളിങ്ങനെയുള്ള ഒരു വിത്ത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു പ്രൈവറ്റ് ഏജൻസി, നമുക്കറിയാം ഇപ്പോൾ വിത്ത് ഉൽപ്പാദനവും വിപണനവും ഒക്കെ ഒരു വലിയ വ്യവസായമാണ്, ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ഒത്തിരി സ്ഥാപനങ്ങൾ, ഒത്തിരി ഇതുപോലെയുള്ള പ്രൊഡ്യൂസിങ് കമ്പനികളൊക്കെ വിത്ത് ഉൽപ്പാദിപ്പിക്കുകയും അത് വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന വിത്ത് നല്ലതാണോ എന്നുള്ളതാണ് വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിവിടെ ഈ മുളപ്പിച്ച അല്ലെങ്കിൽ പാകിയ വിത്തൊക്കെ വളരെ നന്നായിട്ട് തന്നെ മുളച്ചു വന്നു. അപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയ വിത്താന്ന് വെച്ചാൽ അത് മോശം എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ ലേബലോടെ മാത്രമേ വിൽക്കാവൂ. ഇതൊരു നിയമപ്രകാരം, സീഡ് ആക്ട് പ്രകാരം 1966 വിത്ത് നിയമം അനുസരിച്ച് ഉള്ള ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ വിത്ത് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുമ്പോഴത്തേക്ക് അതിന് ഇങ്ങനെയുള്ള ഒരു ലേബലോട് കൂടി വിൽക്കണം. ഈ ലേബലെന്ന് പറയുമ്പം അതിൽ കാര്യമുണ്ട്. ഇങ്ങനെ ഒരു ലേബലോടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ വിത്തിന് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. മിനിമം ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യതയെങ്കിലും അതിന് ഉണ്ടാകണം. 65% എങ്കിലും അത് മുളയ്ക്കണം. നമ്മൾ പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 65% എങ്കിലും വിത്ത് മുളയ്ക്കണമെന്നുള്ളതാണ്. ഇവിടെ ഈ വിത്താണെന്നുണ്ടെങ്കിൽ ഒരു 95% കൂടുതൽ വിത്ത് മുളച്ചു എന്ന് പറയാം. അത്രയ്ക്ക് നല്ല ജെർമിനേഷൻ നല്ലതാണ്. പിന്നെ വേറെ എഴുതിയിരിക്കുന്ന കാര്യം, പ്യൂരിറ്റി, വിത്തിൽ ശുദ്ധത വേണം. അത് 2 തരത്തിലുള്ള ശുദ്ധതയാണ്. ഫിസിക്കൽ പ്യൂരിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ ജനറ്റിക് പ്യൂരിറ്റി. ഫിസിക്കൽ പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേറെ ഇമ്പ്യൂരിറ്റീസ്, പൊടി, ചവറുകൾ, മണ്ണോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഫിസിക്കൽ പ്യൂരിറ്റി. പിന്നെ ജനറ്റിക് പ്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി, നമ്മൾ ഇതിലും ഒരു വെറൈറ്റിയുടെ പേര് എഴുതിയിട്ടുണ്ട്. ആ ഒരു വെറൈറ്റിക്ക് ഗ്രീൻ ഗോൾഡ് പ്ലസ് എന്നാണ് ഈ വെറൈറ്റിയുടെ പേര്. ഈ ഒരു വെറൈറ്റിയുടെ ക്വാളിറ്റീസ് എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. ആ ക്യാരക്ടറുകൾ, ആ സ്വഭാവങ്ങളെല്ലാം ഈ വെറൈറ്റിക്ക് ഉണ്ടാവണം. എങ്കിലേ അത് ജനറ്റിക്കലി പ്യുവർ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിന് ജനിതക ശുദ്ധി ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ജനിതക ശുദ്ധി വേണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിത്തിലുള്ള ഈർപ്പത്തിൻ്റെ അളവാണ്, മോയ്സ്ചർ കണ്ടൻറ്റ്. അത് സാധാരണ പച്ചക്കറി വിത്തുകൾക്കൊക്കെ 5 മുതൽ 8% വരെ മാത്രമേ അതിൽ ഈർപ്പം അടങ്ങിയിരിക്കാൻ പാടുള്ളൂ. അത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അത് അതിൻ്റെ ജെർമിനേഷനെ അല്ലെങ്കിൽ അത് മുളയ്ക്കുന്നതിനെ ബാധിക്കും. അപ്പോൾ ഇത്തരമുള്ള മിനിമം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്രകാരം ലേബൽ ചെയ്ത്
വിത്ത് വിൽക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് ഇതുപോലെ ട്രൂത്ത്ഫുൾ ലേബൽ എന്നുള്ള ലേബൽ, അതുപോലെ തന്നെ കവറിൽ ഈ ഗ്രീൻ കളറോടെ ഒക്കെ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മിനിമം സ്റ്റാൻഡേർഡ് അതിന് ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ കവറിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് F1 സീഡ്, ബിൻഡി F1 HIB, അതായത് F1 ഹൈബ്രിഡ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സങ്കര വിത്താണ്. ഈ സങ്കര വിത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് F1 എന്ന് പറഞ്ഞാൽ 1ാം തലമുറയിലെ വിത്താണ്. 1ാം തലമുറയിലെ വിത്തിനുള്ള പ്രത്യേകത അതിന് സങ്കര വീര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈബ്രിഡ് വിഗർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവും. അതുകൊണ്ട് ഇപ്രകാരമുള്ള വിത്ത് മറ്റ് വിത്തുകളെക്കാളും നല്ലതായിരിക്കും. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വ്യത്യസ്ത ഇനങ്ങൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി വിത്ത് എടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള വിത്താണ് F1 സീഡ്. അപ്പോൾ ഈ F1 സീഡ് മറ്റ് ഇനങ്ങളെക്കാളും കുറച്ച് മുന്തിയതായിരിക്കും. മിക്കവാറും ഒട്ടനവധി കാർഷിക വിളകളിൽ ഇതുപോലെ സങ്കര ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പം നെല്ലിൽ പോലും സങ്കര ഇനം ഉണ്ട്. കാരണം ഇതിൽ ഒരു 25 മുതൽ 30% വരെ വിളവ് വർധനവ് ഉണ്ടാവും എന്നുള്ളത് ഏകദേശം തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ സങ്കര വിത്തിന് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പച്ചക്കറി വിത്തുകൾ വാങ്ങാൻ പോയാലും സങ്കര വിത്താണെന്നുണ്ടെങ്കിൽ അതിൽ അളവ് വളരെ കുറവായിരിക്കും, പക്ഷേ വില മറ്റ് ഇനങ്ങളെക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സങ്കര ഇനത്തിനൊരു പ്രത്യേകത ഉണ്ട്, തീർച്ചയായിട്ടും അത് ഉണ്ട്. അപ്പോൾ ഇത് 2 ഇനങ്ങൾ തമ്മിൽ കൃത്രിമമായിട്ട് പരാഗണം നടത്തി ഉണ്ടാക്കുന്ന വിത്താണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇപ്രാവശ്യം നല്ലതായിരുന്നല്ലോ എന്ന് വെച്ചിട്ട് ഇതിൻ്റെ വിത്തെടുത്ത് അടുത്ത കൃഷിക്ക് ഉപയോഗിക്കാം എന്ന് കരുതുകയാണെങ്കിൽ വിത്ത് ഉപയോഗിക്കുന്നതിന് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല, വിത്ത് മുളയ്ക്കുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ ഈ 1ാം തലമുറ ഉണ്ടായിരുന്ന പോലെയുള്ള ആ ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ മെച്ചപ്പെട്ട വിളവോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട സ്വഭാവങ്ങളോ ഒന്നും 2ാം തലമുറയിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇത് കുറവായിരിക്കും. 1ാം തലമുറയിലുള്ള വിത്തിനേക്കാളും അതിൻ്റെ പെർഫോമൻസ് കുറവായിരിക്കും. കാരണം അത് F2 ആണ്. 1ാം തലമുറയിൽ നിന്ന് എടുക്കുന്ന വിത്തെന്ന് പറയുമ്പോൾ അത് 2ാം തലമുറയാണ്, അതിനെ F2 എന്നാണ് പറയുക. അപ്പോൾ അതിന് കുറച്ച് ഗുണനിലവാരം പെർഫോമൻസ് കുറവായിരിക്കും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്രകാരമുള്ള ട്രൂത്ത്ഫുൾ ലേബൽ ഉള്ള സീഡോ അല്ലെങ്കിൽ സർട്ടിഫൈഡ് സീഡോ എന്ന് പറയുന്നത് അതിന് നീല നിറത്തിലുള്ള ടാഗാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കവറിൽ നീല നിറം ഉണ്ടാവും. അത് ഒരു ഗവൺമെൻറ് ഏജൻസി, സർക്കാർ ഏജൻസി സർട്ടിഫൈ ചെയ്ത വിത്ത് എന്നാണ് സർട്ടിഫൈഡ് സീഡിൻ്റെ അർത്ഥം. അതേസമയത്ത് ട്രൂത്ത്ഫുൾ ലേബൽ എന്ന് പറയുന്നത് ഇത് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസർ തന്നെയാണ് ഒരു ഡിക്ലറേഷൻ, ഒരു പ്രഖ്യാപിക്കുകയാണ് ഇത് നല്ലതാണ്, ഇതിന് ജെർമിനേഷൻ ഇത്രയുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലതാണ് എന്ന് അവർ തന്നെ ഡിക്ലെയർ ചെയ്യുകയാണ്. എന്നിരുന്നാൽ തന്നെയും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നട്ട് കഴിഞ്ഞ് 65% പകരം വിത്തൊന്നും മുളയ്ക്കുന്നില്ല, അല്ലെങ്കിൽ 10% താഴെ മുളയ്ക്കുന്നുള്ളൂ എന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നതിനും ക്ലെയിം ചെയ്യുന്നതിനും ഒക്കെ ഉള്ള നമുക്ക് അവകാശമുണ്ട്. അതാണ് ഇങ്ങനെയുള്ള വിത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം. അപ്പോൾ നമ്മൾ കൃഷിക്ക് വിത്ത് നമ്മൾ വാങ്ങുവാൻ പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, അതിൽ ഒന്നുകിൽ ട്രൂത്ത്ഫുൾ ലേബൽ അല്ലെങ്കിൽ സർട്ടിഫൈഡ് സീഡ് എന്ന ലേബൽ ചെയ്തിട്ടുള്ള വിത്ത് മാത്രം വാങ്ങാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സാധാരണ ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ വിത്തുകൾ, പലതരത്തിലുള്ള വിത്തുകൾ പടങ്ങളുമായിട്ട്, പക്ഷേ അതിൽ യാതൊരു ലേബലും ഇല്ല. ആ വിത്ത് എന്നാണ് ഉൽപ്പാദിപ്പിച്ചതെന്നൊന്നും നമുക്കറിയില്ല. കാരണം ഇത് വിത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. നമുക്ക് അതിൻ്റെ ഓരോ വിളകൾക്കും എത്ര നാൾ വിത്ത് സൂക്ഷിക്കാമെന്നുള്ളതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. പഴയ വിത്തുകൾ പലപ്പോഴും മുളച്ചൊന്നും വരില്ല. അപ്പോൾ മാത്രമല്ല അതിൽ എഴുതിയിരിക്കുന്ന പടവും ആ വിത്തിൻ്റെ ഗുണവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള വിത്തുകൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ പ്രയോജനകരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.